ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട് മേനോൻപാറ മലബാർ ഡിസ്റ്റിലറീസിലെ ജവാൻ മദ്യനിർമ്മാണശാലയെ ചൊല്ലി ഒരു രാഷ്ട്രീയ വിവാദം പുകയുന്നുണ്ട്. എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ജവാൻ ഡിസ്റ്റിലറിക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥലം MLA പ്രഭാകരൻ 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. 2024 എലപ്പുള്ളി പഞ്ചായത്തിലെ മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറിയിൽ ജവാൻ മദ്യം ഉൽപ്പാദിപ്പിക്കാനായി ബ്ലെൻഡിംഗ് ബോട്ട്ലിംഗ് യൂണിറ്റിന് ഭരണാനുമതിയായത്. 44 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിക്ക് 14 കോടി രൂപ ഇതിനകം തന്നെ ബീവറേജസ് കോർപ്പറേഷൻ ചെലവിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ബോട്ട്ലിംഗ് പ്ലാന്റ് തുടങ്ങണമെങ്കിൽ അതിന് ലൈസൻസും കാര്യങ്ങളും അതിന്റെ കാലതാമസം വന്നാൽ അപ്പോഴേക്കും ആ ഗവൺമെന്റ് പോയി. ഇപ്പൊ അത് ടേക്കപ്പ് ചെയ്തു, അത് ശരിയായി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെ അവിടെ ബോട്ട്ലിംഗ് പ്ലാന്റ് ആരംഭിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ജൂലൈ 7 എക്സൈസ് മന്ത്രി MB രാജേഷ് ബ്ലെൻഡിംഗ് ബോട്ട്ലിംഗ് പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് കോൺഗ്രസിലെ ഭിന്നത. എലപ്പുള്ളി പഞ്ചായത്തിലെ വിവാദ ബ്രൂവറിക്കെതിരെ നിലപാടെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ജവാൻ പ്ലാന്റിന് അനുകൂല നിലപാടെടുത്തുവെന്ന ആരോപണവുമായി എത്തിയത് കോൺഗ്രസിലെ തന്നെ പഞ്ചായത്ത് അംഗം അപ്പുക്കുട്ടൻ. ഇപ്പൊ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ബോട്ട്ലിംഗ് പ്ലാന്റ് നിർമ്മിക്കുന്ന സ്ഥലം പരിശോധിക്കാൻ വേണ്ടിയിട്ട് MLA നേതൃത്വത്തിൽ രേവതിയും പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മദ്യത്തിനെതിരെ നിൽക്കുന്ന കോൺഗ്രസുകാരും BJPക്കാരും ഇപ്പോ നമുക്കൊരു അടിയായി മാറുകയും. പ്രതിദിനം 1 ലക്ഷം ലിറ്റർ വെള്ളം ജവാൻ മദ്യം നിർമ്മിക്കാൻ വേണ്ടിവരുമെന്നും ഇത് ജലചൂഷണമാണെന്നും BJP ആരോപിക്കുന്നു. ഒരു ഭാഗത്ത് ബ്രൂവറിക്കെതിരെ സമരം ചെയ്യുകയും എലപ്പള്ളി പഞ്ചായത്തിലെ ജലചൂഷണം നടത്തില്ല, അനുവദിക്കില്ല പറയുകയും, മറുവശത്ത് അവർ ഈ ബോട്ട്ലിംഗ് യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ബ്രൂവറിക്കെതിരെ സമരം നടത്തുന്ന എലപ്പള്ളിയിലെ കോൺഗ്രസ് ഡിസ്റ്റിലറിക്ക് അനുകൂല നിലപാടെടുത്തത് വരും ദിവസങ്ങളിലും ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.